ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്തെന്നാൽ മദ്രാസ് ഹൈക്കോടതിയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. ക്ലർക്ക്, സെക്രട്ടറി എന്നുള്ള നിരവധി പോസ്റ്റുകളൊക്കെയാണ് ഇപ്പോൾ വാക്കൻസീസ് വന്നിട്ടുള്ളത്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. പേഴ്സണൽ അസിസ്റ്റന്റ്, പ്രൈവറ്റ് സെക്രട്ടറി, പേഴ്സണൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ, പേഴ്സണൽ ക്ലർക്ക് എന്നീ തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നത് മെയ് 5 ഓക്കെ, ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. മദ്രാസ് ഹൈക്കോടതിയിൽ പേഴ്സണൽ അസിസ്റ്റന്റ്, പ്രൈവറ്റ് സെക്രട്ടറി, പേഴ്സണൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ, പേഴ്സണൽ ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റ് എന്നീ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ്. ഇത്ര പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് ഉദ്യോഗാർത്ഥികൾ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതേപോലെ തന്നെ പ്രായം 2025 ജൂലൈ 1 അടിസ്ഥാനത്തിലായി കണക്കാക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾ എഴുത്ത് പരീക്ഷയ്ക്ക് ഹാജരാവണം. അതിൽ വിജയിക്കുന്നവരെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇതിൽ നിന്ന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തി അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇങ്ങനെയാണ് ജോബിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ ഒരു ജോബ് തിരഞ്ഞെടുത്താൽ ലഭിക്കുന്ന ശമ്പള സ്കെയിൽ എത്ര എന്ന് നോക്കാം. പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നൊരു ജോലി ലഭിച്ചാൽ 56,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന ജോലി ലഭിച്ചാൽ 56,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന ജോലി ലഭിച്ചാൽ 36,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. പേഴ്സണൽ ക്ലർക്ക് എന്നൊരു ജോലി ലഭിച്ചാൽ 20,000 രൂപ മുതൽ 75,000 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. ഇതിലേക്ക് അപേക്ഷാ ഫീസോട് കൂടിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പേഴ്സണൽ അസിസ്റ്റൻ്റ്, പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റുകളിലേക്ക് 1,200 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. രജിസ്റ്റർ പോസ്റ്റിൽ 1000 രൂപയും അതേപോലെ തന്നെ ക്ലർക്ക് പോസ്റ്റിൽ 800 രൂപയും അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മദ്രാസ് ഹൈക്കോടതിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഓൺലൈൻ വഴിയായി മെയ് 5 മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ വിശദമായ വിജ്ഞാപനവും അപേക്ഷാ രീതിയും എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതൊക്കെ വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം.